അടുത്തതായിട്ട് നമുക്ക് ചമസാധികരണം. ചമസവത് അവിശേഷാത്. അപ്പം ഈ അധികരണവും ഈ സാഖ്യ സിദ്ധാന്തത്തിൻ്റെ ഖണ്ഡനത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ ചമസവത് അവിശേഷാത്. അപ്പം ഇതിനകത്ത് എടുത്തിരിക്കുന്ന മന്ത്രം എന്ന് പറയുന്നത് ശ്വേതാശ്വതര ഉപനിഷത്തിനകത്തെ അജാമേകാം ലോഹിത ശുക്ലകൃഷ്ണാം ബഹ്വി പ്രജാഃ സൃജമാനാം സ്വരൂപാഃ അജോ ഹ്യേകോ ജുഷമാണോനുശേതേ ജഹാത്തേനാം ഭുക്തഭോഗാം അജോന്യഃ. ശ്വേതാശ്വതരം 4:8. മന്ത്രം ഇതാണ് അർത്ഥം. അജാം ഏകാം ലോഹിത ശുക്ലകൃഷ്ണാം. ഇപ്പം ലോഹിത ചുവപ്പ്, ശുക്ല വെളുപ്പ്, കൃഷ്ണ കറുപ്പ്. അപ്പം ഈ നിറത്തോടു കൂടിയിരിക്കുന്ന ഏകാം അജാം, ഏകമായിട്ടുള്ള അജ ആയിട്ടുള്ള ജനിക്കാത്തുള്ളതായ ഏതൊന്നോ അത്. ബഹ്വി പ്രജാഃ സൃജമാനാം. വളരെയധികം പ്രജകൾ, എല്ലാ പ്രജകളും ഏതിൽ നിന്നാണ് ഉണ്ടായത് അത്. സ്വരൂപാഃ അജഃ ഹി ഏകഃ ജുഷമാണഃ അനുശേതേ. ജനിക്കാത്തവനായ ഒരുവൻ. അപ്പം ഇവിടെ ജനിക്കാത്തവനായ ഒരുവൻ എന്ന് പറഞ്ഞിരിക്കുന്ന ജീവാത്മാവിനെയാണ്. അവൻ ഇതിനെ സേവിക്കുന്നു. അനുശേതേ ജഹാതി ഏനം ഭുക്തഭോഗ. ജഹാതി ഏനം ഇതിനെ, ഈ അജ എന്ന് വിളിക്കപ്പെട്ട ഇതിനെ. അന്യഹ അജഹ ജനിക്കാത്തവനായ മറ്റൊരുവൻ ജഹാതി ഉപേക്ഷിച്ചിരിക്കുന്നു. അപ്പം ഇത് നമുക്ക് ഈ ജീവാത്മ പരമാത്മാക്കളിൽ ജീവാത്മാ പ്രകൃതിയെ സ്വീകരിച്ചിരിക്കുന്നുവെന്നും പരമാത്മാ പ്രകൃതിയെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇതിനെയാണ്, അതായത് ഭോക്താവും അഭോക്താവും. ഭോക്താവ് ഈ അജയെ, അപ്പം അജഹ എന്ന് 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അജ എന്ന് 1 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അജഹ എന്ന് പറഞ്ഞിരിക്കുന്നത് ആദ്യം പറഞ്ഞിരിക്കുന്ന ഈ മായയെ സ്വീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിയെ സ്വീകരിച്ചിരിക്കുന്ന ജീവാത്മാവും, രണ്ടാമത് അജഹ എന്ന് പറഞ്ഞിരിക്കുന്നത് പരമാത്മാവുമാണ്, അതായത് അഭോക്താവാണ്. അഭോക്താവിനെയാണ് പരമാത്മാ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പം ഇവിടെ നമുക്ക് ഭോക്താവെന്നും അഭോക്താവെന്നും എടുക്കാം. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ ഭോക്താവ് പ്രകൃതിയെ സ്വീകരിച്ചിരിക്കുന്നു, അഭോക്താവ് പ്രകൃതിയെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നർത്ഥം. അത് ജീവാത്മാ പരമാത്മാക്കളാണ്. അപ്പോൾ ഇവരെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇവർ ഈ ഭോക്താവ് പ്രകൃതിയെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഭോക്താവ് പ്രകൃതി എന്നുള്ളതിനകത്തെ പ്രകൃതിയാണ് ഇവിടുത്തെ ആദ്യത്തിലെ അജാം ഏകാം എന്ന്, അജാ എന്ന് സ്ത്രീലിംഗം. അതിൻ്റെ ദ്വിവചന ദ്വിതീയ വിഭക്തി ഏകവചനമാണ് അജാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അജാം എന്ന വാക്ക് പ്രകൃതിയെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഇരിക്കെ സാഖ്യന്മാർ വൈദികന്മാരായിട്ടാണല്ലോ, വൈദിക ദർശനമാണല്ലോ. അതുകൊണ്ട് അവർ ഈ മന്ത്രത്തെ എടുത്തിട്ട് അജാം എന്നിവിടെ പ്രയോഗിച്ചിരിക്കുന്നത് പ്രധാനത്തെയാണെന്ന് വാദിക്കുന്നു. ഇതാണ് ഈ സൂത്രത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. അപ്പോൾ ഇവിടെ അതിന് മറുപടി കൊടുത്തിരിക്കുകയാണ്. ചമസവത് അവിശേഷാത്. ചമസത്തെ പോലെ അവിശേഷാത്. അവിശേഷാത് വിശേഷപ്പെട്ട ഒന്നിനെ അല്ല കാണിക്കുന്നത്, ചമസത്തെ പോലെ എന്ന്. അപ്പോൾ എന്താണ് ഈ ചമസത്തെ പോലെ എന്ന് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ചമസത്തിനെ കുറിച്ചൊരു നിർവചനം കൊടുത്തിട്ടുണ്ട്. ഈ ചമസ് എന്ന് പറയുന്നത് ഇതാണ്. അർവാഗ്ബിലസ് ചമസ്സഹ ഊർധ്വബുധ്നഃ എന്ന്. ഇത് നമുക്ക് ബൃഹദാരണ്യം ആണെന്ന് തോന്നുന്നു 2:2-3 കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം ഇതാണ്. ഈ ഒരു പാത്രത്തിൻ്റെ അടിയിൽ ദ്വാരവും മുകൾ മൂടിയിരിക്കുന്നു. അപ്പോൾ അടിയിൽ ദ്വാരവും മുകൾ മൂടിയിരിക്കുന്നതുമായിട്ടുള്ളതിനെ ചമസ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഒരു
വിശേഷകരമായ ഒരു വസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്ന വിധത്തിലുള്ള പറച്ചിലല്ല പറഞ്ഞിരിക്കുന്നത്, പകരം സാമാന്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തും നമുക്ക് ചമസ് ഏതാണ്? ചമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർവചനം കിട്ടിയിരിക്കുന്ന വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അടിയിൽ ദ്വാരമുള്ളതും മുകൾ മൂടിയിരിക്കുന്നതുമായിട്ടുള്ളത് എന്നേ അർത്ഥം കിട്ടുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പലത് കാണാം. അപ്പോൾ ഇതിനകത്തും നമ്മൾ എങ്ങനെയാണ് ചമസ് കണ്ടെത്തുന്നത്? ആ ചമസ് കണ്ടെത്തുന്നത് പൂർവാപരങ്ങൾ വെച്ച് നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു തരുന്നത് വെച്ചിട്ടാണ് ഇതാണ് ചമസ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ ഇതേമാതിരി തന്നെ ഇവിടെയും അജ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ഈ അവിശേഷാർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, വിശേഷകരമായ പ്രധാനം എന്ന അർത്ഥത്തിലല്ല എന്നാണ് ഇതിൻ്റെ സാരം. ഇതാണ് വേദാന്തം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സാഖ്യന്മാർ പറഞ്ഞിരിക്കുന്നത് അജ എന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് ഈ ഉപനിഷത്ത് മന്ത്രത്തിലെ അജ എന്ന് പറഞ്ഞിരിക്കുന്ന പ്രധാനത്തെയാണെന്നും ആ സാഖ്യന്മാരുടെ സിദ്ധാന്തത്തിലാണ് ഈ ത്രിഗുണങ്ങൾ വരുന്നത്. അപ്പോൾ ആ ത്രിഗുണങ്ങളിലെ ലോഹിത ശുക്ലകൃഷ്ണാം എന്ന പ്രയോഗം ഉണ്ടല്ലോ, ആ പ്രയോഗം ഇവിടെ ഈ പ്രധാനത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്ന രീതിയിലാണ് സാഖ്യന്മാർ പറയുന്നത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് വേദാന്തത്തിൻ്റെ അതിൻ്റെ ഖണ്ഡനം എന്ന് പറയുന്നത് ഇപ്രകാരമാണ്: ലോഹിത ശുക്ലകൃഷ്ണാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ പ്രകൃതിയുടെ മൂലരൂപത്തിൽ എന്തുണ്ടോ അതിനെയാണ്. അപ്പം പ്രകൃതിയിലെ മൂലരൂപം എന്ന് പറഞ്ഞിരിക്കുന്നതാണല്ലോ നമ്മൾ ഈ മായ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഈ ത്രിഗുണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോഹിത ശുക്ലകൃഷ്ണങ്ങൾ എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഇതിനകത്ത് പഞ്ചഭൂതങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ആകാശത്തിന് നിറമില്ല, പിന്നെ വായുവിനും നിറമില്ല. പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് അഗ്നിയുണ്ട്, ജലമുണ്ട്, പൃഥിവിയുണ്ട്. അപ്പോൾ ഈ മൂന്നെണ്ണം, അഗ്നിയുടെ രജസ്സും രജോ നിറം, അതായത് ചുവപ്പ് നിറമായിട്ടും, പിന്നെ ജലത്തിൻ്റെ വെള്ള നിറമായിട്ടും, ഭൂമിയെ കൃഷ്ണ നിറമായിട്ടും കറുപ്പ് നിറമായിട്ടും ഗണിച്ചു കൊള്ളണം. കാരണം അതിൻ്റെ സൂക്ഷ്മരൂപത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ സ്ഥൂലരൂപത്തിൽ നമ്മൾ ഏതൊന്നിനാണോ പൃഥിവി കാണുന്നത് അതിൻ്റെ സൂക്ഷ്മരൂപമായിട്ടുള്ള ആ ഗുണത്തെ അവിടെ കാണിച്ചിരിക്കുന്നു എന്നേ എടുക്കേണ്ടതുള്ളൂ എന്ന്. നിറ ഗുണം എന്ന് പറഞ്ഞാൽ വിശേഷിപ്പിച്ചിരിക്കുന്ന നിറത്തിനെയാണ്, ആ നിറമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന മൂന്നെണ്ണം, അതായത് അഗ്നി, ജലം, പൃഥിവി, അപ്പോൾ ഇവയുടെ സൂക്ഷ്മരൂപം എന്താണോ അതാണ് ഏകരൂപമായിട്ട് മായാരൂപത്തിൽ വർത്തിക്കുന്നത്, അജാം എന്നുള്ളത്. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിംപ്ലിഫൈഡ് വേദാന്തമായിട്ട് അത് മാറി എന്നുള്ളതാണ്. നമ്മൾ ഇതിനകത്ത് ഈ ഒരുപാട് ഈ എങ്ങനെയാണ്, അപ്പം കറണ്ട് വന്നു, എങ്ങനെയാണ് ഈ ആധ്യാത്മികതയുടെ നിഗൂഢതകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അധികം നമ്മളതിനകത്ത് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ബ്രഹ്മാസ്ത്രയെ ആശ്രയിച്ചിട്ടുള്ള മായ എന്ന് പറയുമല്ലോ. ഈ മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ഇവിടെ പ്രകടമായിട്ട് കാണുന്നത് അതിൻ്റെ സൂക്ഷ്മരൂപമാണെന്നാണല്ലോ പറയുന്നത്. ഇവിടെ പ്രകടമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് നിറം ആണ്. ഇപ്പം ഈ ത്രിഗുണങ്ങളെന്ന് പറയുമ്പോൾ നിറമാണല്ലോ. അപ്പോൾ ഈ ത്രിഗുണങ്ങളുടെ നിറത്തിന് ഇവിടെ പ്രകടമായിരിക്കുന്നതിൻ്റെ സൂക്ഷ്മം എന്താണെന്ന് നോക്കിയാൽ മതി. ഇവിടെ പ്രകടമായിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് അഗ്നിയും ജലവും പൃഥിവിയുമാണ്. വായുവും ആകാശവും നമുക്ക് ദൃഷ്ടിഗോചരമല്ല. അപ്പം ത്രിഗുണങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിനെ തന്നെയായിട്ട് ത്രിഗുണങ്ങളായിട്ട് നമ്മൾ മറ്റുള്ളിടത്ത് വ്യാഖ്യാനിക്കുന്നത് ഇവിടെ ലോഹിത ശുക്ലകൃഷ്ണം എന്ന പ്രയോഗത്തിലൂടെ കാണിച്ചിരിക്കുന്നത് ഈ മൂന്ന് ഭൂതങ്ങളെ തന്നെയാണ് എന്ന് എടുത്തുകൊള്ളണം എന്ന്. അപ്പം ഇങ്ങനെ പോകും ഇതിൻ്റെ അർത്ഥം എന്ന്. ഇതല്ലാത്ത പക്ഷം ഇതിനകത്ത് നമ്മൾ എപ്പോഴും ഈ വേദാന്തം പറയുമ്പോൾ ഉടനെ സാഖ്യത്തെ എടുത്തിട്ട് സാഖ്യവും വേദാന്തവും ഒന്നാണ് പറയുന്നത് എന്ന രീതിയിൽ എടുത്തു പോകും എന്ന് സാരം. അപ്പോൾ അതാണ് ചമസവത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചമസത്തെ പോലെ അവിശേഷ.
അങ്ങനെ വിശേഷകരമായിട്ട് പറഞ്ഞിട്ടില്ല. ജനറലായിട്ടുള്ള ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റാണത്. അജാ എന്നുള്ള ഒരു പ്രയോഗം എന്ന് പറഞ്ഞിരിക്കുന്നത് അത്രേ എടുക്കേണ്ടതുള്ളൂ എന്ന് സാരം. അല്ലാതെ പ്രധാനം എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രധാനം വിശേഷമാണ്. ആ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സാധനമാണ്. അത് ഇന്നത് എന്ന് വ്യക്തമായിട്ട് നിർവചിക്കപ്പെട്ട രീതിയിലാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒന്നല്ല ഇവിടുത്തെ അർത്ഥം എന്ന്. അപ്പോൾ എന്തുകൊണ്ട് ഇത് അജാം എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജനിക്കാത്തതെന്ന് അർത്ഥമുള്ളൂ. അതായത് അജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണാടെന്നുള്ള അർത്ഥമുണ്ട്, അജഹ എന്ന് പറഞ്ഞാൽ ആണാടെന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ ഈ അർത്ഥങ്ങളിലേക്കൊന്നും ആരും പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഈ പ്രകൃതിയെക്കുറിച്ചും പുരുഷനെക്കുറിച്ചും പറയുമ്പോൾ ഇത് രണ്ടും ഒരേപോലെ ജനിക്കാത്തതാണെന്നുള്ള പ്രയോഗമാണുള്ളത്. ഇത് രണ്ടും അനാദിയാണ് എന്ന്. പ്രകൃതിയും അനാദിയുമാണ്, പുരുഷനും അനാദിയാണ് എന്നുള്ളത് നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അത് പുരുഷൻ പരബ്രഹ്മമാണ്, അനാദിയാണ്. അപ്പം പുരുഷൻ പരബ്രഹ്മമാണ്, അനാദിയാണെന്നുണ്ടെങ്കിൽ പ്രകൃതി അനാദി അല്ല, ആദി ഉള്ളതാണെന്ന് പറഞ്ഞൂടെ? അപ്പോൾ ആ പ്രകൃതി ആദി ഉള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് അവിടെ അപ്പം പ്രകൃതി ഉള്ളപ്പോഴാണല്ലോ ജീവാത്മാവുള്ളത്. അപ്പം ജീവാത്മാവും ആദിയുള്ളതാണെന്ന് പറയേണ്ടി വരും. അപ്പം ജീവാത്മാവ് ആദിയുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവാത്മാ ജനിച്ചത് ആണ് എന്ന് പറയേണ്ടി വരും. അപ്പം ജീവാത്മാ ജനിച്ചതാണ് എങ്കിൽ അതായത് ഉത്പത്തിയോട് കൂടിയിട്ടുള്ള ജീവാത്മാവിനെ കുറിച്ച് പറയേണ്ടി വരും. ഉത്പത്തിയോട് കൂടിയിട്ടുള്ള ജീവാത്മാവാണെങ്കിൽ ബ്രഹ്മ ഭിന്നമാണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഈ മാതിരിയുള്ള പ്രശ്നങ്ങളെല്ലാം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതായത് ജീവരൂപേണ അനുപ്രാവിശത്ത് എന്ന് പറഞ്ഞാൽ അനുപ്രവേശ ശ്രുതിക്ക് വിരോധമായിട്ട് വരും. അപ്പം ജീവരൂപത്തിൽ പ്രവേശിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ല ജീവാത്മാവ് സൃഷ്ടിക്കപ്പെട്ടു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ക്രോസ് ചെക്കിങ് ചെയ്യണം എന്ന് സാരം. അപ്പോൾ ഇതാണ് ചമസാധികരണത്തിലെ ആദ്യത്തെ സൂത്രം. രണ്ടാമത്തെ സൂത്രം ജ്യോതിരൂപക്രമാതു തഥാ ഹി അധീയത്തെ ഏകേ ജ്യോതിരൂപം വിക്രമം ജ്യോതിരൂപം ഉപക്രമാത്തു തേജസ് മുതലായവ ഒരു ഉപക്രമാത്തു തഥ എന്നാണ്. അപ്പം തേജസ് മുതലായവയുള്ള വസ്തുവിനെ തന്നെയാണ് അജാശബ്ദം കാണിക്കുന്നുള്ളൂ, പ്രധാനത്തെ പറയുന്നില്ല എന്നർത്ഥം. ഇതാണ് ജ്യോതിരൂപ എന്നുള്ള ജ്യോതിരൂപം ഉപക്രമം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ ജ്യോതിരൂപം ഉപക്രമം എന്ന് പറയുന്നത്? ജ്യോതി രൂപത്തെ തുടങ്ങുന്നത്. ജ്യോതിരൂപം എന്ന് പറയുന്നത് അഗ്നിയാണ്. അപ്പം അഗ്നി, ജലം, അന്നം അന്നം എന്ന് പറഞ്ഞിരിക്കുന്നത് ഭൂമി. അപ്പം ഈ അഗ്നി, ജലം, ഭൂമി എന്ന് പറഞ്ഞിരിക്കുന്നതിനെ തന്നെയാണ് ഇവിടെ ഈ ലോഹിത ശുക്ലകൃഷ്ണാം എന്നുള്ള പ്രയോഗത്തിൽ ഉള്ളത്. കാരണം ഇത് തന്നെയാണ് പറയുന്നത്. പൂർവാപരങ്ങൾ നോക്കണം. ഇപ്പം ഈ ഉപനിഷത്ത് മന്ത്രത്തിൻ്റെ പൂർവ്വരൂപത്തിലും പിന്നീട് വരുന്ന ഭാഗങ്ങളിലും എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നതനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ അജാം ശുക്ലാം എന്ന് പറഞ്ഞിരിക്കുന്ന ആ മന്ത്രത്തിൻ്റെ അർത്ഥവും എടുക്കാൻ. അല്ലാതെ ഇത് മറ്റു യാതൊരു ബന്ധവുമില്ലാതെ ഇത് സ്പെസിഫിക് ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രധാനത്തെയാണ് എന്ന് പറഞ്ഞു വാദം കൊണ്ട് വരരുത് എന്ന് സാരം. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗുണത്രയങ്ങളെ കാണിക്കുന്നതല്ല, മൂന്ന് ഭൂതങ്ങളെ കാണിക്കുന്നതാണ് എന്ന് വ്യക്തമായിട്ടാണ്. മൂന്ന് ഭൂതങ്ങളെ കാണിക്കുന്നതാണ് ഈ അജാമന്ത്രം എന്നുള്ളത്. ഇതിനെ പറയുന്ന അജാമന്ത്രം എന്ന് പറയും. ഇപ്പം എന്ന് പറഞ്ഞാൽ അജാമേകാം എന്ന് പറഞ്ഞിരിക്കുന്ന ആ മന്ത്രം അത്രയേ ഉള്ളൂ. അപ്പോൾ അത് പറഞ്ഞിരിക്കുന്നത് മൂന്ന് ഭൂതങ്ങളെ കാണിക്കുന്നതാണ്, മൂന്ന് ഗുണങ്ങളെ കാണിക്കുന്നത് അല്ല എന്ന്. അതായത് ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയാൻ കാരണം? ഇവിടെ നമ്മൾ വളരെ സിമ്പിളായിട്ട് വേദാന്തത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രേ പറയേണ്ടതുള്ളൂ. അതായത് ഒന്ന് സത്ത്, രണ്ട് ആ സത്തിൽ നിന്നും ജഗത്ത് ഉത്പത്തി.
ആ ജഗത്ത് ഉത്പത്തി എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ജാഗ്രത അവസ്ഥയിൽ ദൃശ്യഗോചരമായിരിക്കുന്ന ജഗത്തിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങളിൽ 2 നമുക്ക് അഗോചരമാണ്, പിന്നുള്ളത് 3 ആ 3 അഗ്നി, ജലം, പൃഥിവി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മൂലരൂപം ഇതിൻ്റെ മൂലരൂപത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഏത് നിറം അവശേഷിക്കും? നിറം എന്നുള്ളത് എന്തായിരിക്കും അവശേഷിക്കുക എന്നുള്ളത്. അവിടെ അവശേഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ കാര്യരൂപത്തിലുള്ളത് അതിൻ്റെ കാരണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ കാരണത്തെ കാണിച്ചിരിക്കുന്നത് മാത്രമാണ് ഇവിടെ ഈ ലോഹിത ശുക്ലകൃഷ്ണ എന്ന പ്രയോഗത്തിലുള്ളത്. അതായത് കാണിച്ചിരിക്കുന്നത് ആ ത്രിഭൂതങ്ങളെ തന്നെയാണ് എന്ന്. അപ്പോൾ ഇതുകൊണ്ട് ചാന്തോക്യോപനിഷത്തിൽ നമുക്ക് ത്രിവത്കരണം എന്ന് പറഞ്ഞിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ നമ്മൾ സാധാരണഗതി വേദാന്തത്തിൽ കൂടുതൽ പോപ്പുലറായിട്ടുള്ളത് പഞ്ചീകരണത്തിലെയാണ്, പഞ്ചഭൂതങ്ങളുടെ കാര്യമാണ്. പക്ഷേ 3 ഭൂതങ്ങളെ വെച്ചുകൊണ്ട് ത്രിവത്കരണവും നടത്തിയിട്ടുണ്ട് ഇവിടെ. അതായത് ഈ 3 ഭൂതങ്ങൾ മതി പ്രപഞ്ച സൃഷ്ടിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനകത്തൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് 3 ഭൂതങ്ങൾക്ക് മുമ്പേ 2 ഭൂതങ്ങളുണ്ട്, അപ്പോൾ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് എന്ന് സാരം. അത്രയേ ഉള്ളൂ. കൽപ്പനോപദേശാച്ച മധ്വാദിവത് അവിരോധ എന്ന്. പിന്നെ ഈ മന്ത്രത്തിലൊക്കെ ചില കൽപ്പനകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കൽപ്പനകളെ കൽപ്പനകളായിട്ട് തന്നെ കാണണം. മധ്വാദിവത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽപ്പന എടുത്തിട്ട് അത് കയറിയിട്ട് അത് സത്യമാണെന്ന രീതിയിൽ വ്യാഖ്യാനിച്ച് അതിന് വേറെ അർത്ഥവും കൊടുത്ത് ഒരു വാക്കെടുത്തിട്ട് ആ വാക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ വാക്കിനെല്ലാത്തിനും ഓരോ ബീജം അക്ഷരമൊന്നും വിളിച്ചിട്ട് അതിനെ മുഴുവനും ബീജമന്ത്രമെന്ന് പറഞ്ഞിട്ട് അതിന് മുഴുവനും ബീജാർത്ഥവും അതിന് മുഴുവനും ഗൂഢാർത്ഥവും കൊടുത്തിട്ട് ആ ഗൂഢാർത്ഥത്തിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് ഒരുപാട് തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനകത്തൂടെ നമ്മൾ ഇങ്ങനെയുള്ളതിലോട്ടൊന്നും പോകരുത് എന്നർത്ഥം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് സംസാരോയം അതീവ വിചിത്ര എന്നുള്ളത് മറക്കരുത്. അതിനുള്ളിൽ വിദ്യായാമ്രതാഹ എന്നുള്ളതിനകത്ത് തന്നെ വീണ്ടും വീണ്ടും പെട്ടുപോകുന്നു എന്നുള്ള തതോ ഭൂയ ഇവതേ തമഹ യേ വിദ്യായാമ്രതാഹ. അതിനെ ഏറ്റവും വലിയ കൂരിരുട്ടിലേക്ക് വിദ്യയെ ഉപാസിക്കുന്നവർ പോകുന്നു എന്ന്, വിദ്യ ആശ്രയിക്കുന്നവർ പോകുന്നു എന്നതിലേക്ക് പോകും. അതാണ് ഈ വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിലുള്ള എല്ലാ വിധത്തിലുള്ള ഉപാസനകളും. അപ്പോൾ ഇതിനകത്ത് ഈ ബീജാക്ഷരമൊന്നും മന്ത്ര ഉപാസനകളും എന്നൊക്കെ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഇതിലെല്ലാം ഈ വ്യവഹാരത്തിൻ്റെ സങ്കീർണതകൾ വർദ്ധിക്കുകയല്ലാതെ വ്യവഹാരത്തിൽ നിന്നും അതീതമായിട്ട് ആരും പോകുന്നില്ല എന്ന്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ഭക്തനാവാം. ഈ ഭക്തനെന്ന് പറഞ്ഞിട്ട് ഈ കൂടിയ ഭക്തനാവാൻ പോകരുത്. സിമ്പിൾ ഭക്തനായി കഴിഞ്ഞാൽ നമ്മൾ സുരക്ഷിതരാണ് എന്നർത്ഥം. അല്ലാത്ത പക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തു നിന്ന് അപകടകരമായ രീതിയിൽ സാധന എന്ന് പറഞ്ഞുകൊണ്ട് പലതും ചെയ്യും. പ്രകൃതിയുടെ ഈ നമുക്ക് ഈ മാസ്മര ശക്തിയുണ്ടോ ആ ശക്തിക്കുള്ളിൽ പല വിധത്തിലായിട്ട് കുടുങ്ങി പലതും നേടിയെന്നുള്ള ഭാവത്തിൽ കടന്നു പോകുന്നു എന്നുള്ളത്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജന്മം നമുക്ക് മനുഷ്യജന്മം കൊണ്ട് നമുക്ക് സംതൃപ്തരായിട്ട് പോകും. പക്ഷെ ഭാവി എന്ന് പറയുന്നതിനകത്തെ അസ്ഥിരതയുണ്ടല്ലോ, ആ അസ്ഥിരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണ്യം ഒരുപാട് നേടിയിട്ട് നമ്മൾ ഒരു യക്ഷൻ ആയിട്ടാണ് ജനിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ അതിലങ്ങ് പോകുക എന്നുള്ളതാണ്. പിന്നെ അവിടുത്തെ ജീവിതം ആ തരത്തിലങ്ങ് പോകുന്നു. പിന്നെ ഗന്ധർവനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ജന്മം അങ്ങനെ ഭോഗാസക്തനായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ. അങ്ങനെ തന്നെ അവിടെ തന്നെ ആവണമെന്നില്ല. ഈ പുണ്യത്തിൻ്റെ ഒരു പല ഏരിയകളുണ്ടല്ലോ, അത് അതിനകത്തുനിന്ന് എവിടോട്ട് വേണമെങ്കിലും പോകാം എന്ന് സാരം. എന്താണ് ഈ അത്തിപ്പഴത്തിന് ഈ അത്തിപ്പഴത്തിനുള്ളിലിരിക്കുന്ന ഈ പുഴുവിന് ഇതിൽ പരം സ്വർഗം വേറെ ഇല്ലെന്ന തരത്തിൽ. അപ്പം അപ്രകാരമുള്ള ഒരു സുഖകരമായ സ്ഥിതിവിശേഷത്തിലേക്ക് വേണമെങ്കിൽ പുനർജന്മം ഉണ്ടാവാം എന്ന് സാരം. അപ്പം നമ്മൾ വിചാരിക്കരുത് ഇതിനെല്ലാം ഈ നികൃഷ്ട ജന്മങ്ങളാണല്ലോ എന്ന് വിചാരിക്കരുത്.
അതിൻ്റെ ജന്മം അതിന് അനുകൂലമായ സാഹചര്യത്തിൽ അത് ജനിച്ച് വളരുന്നെങ്കിൽ അതിന് ഏറ്റവും സുഖകരമായിട്ടിരിക്കും. അപ്പോൾ ഈ തരത്തിലൊക്കെ വരാൻ പോകുന്ന ഭാവി ജന്മങ്ങളെ തടയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ക്ഷുരസ്യധാര നിശിത ദുരത്യ എന്നുള്ള രീതിയിൽ വളരെ രാജമാർഗമുള്ളപ്പോൾ മറ്റു മാർഗങ്ങൾ തേടരുത് എന്ന്. അപ്പോൾ രാജമാർഗത്തിലൂടെ തന്നെ എപ്പോഴും പോകാൻ ശ്രമിക്കണം. അപ്പോൾ രാജമാർഗത്തിലൂടെ പോവുക എന്ന് പറയുന്നതാണ് ജ്ഞാനവിചാരത്തിലൂടെ തന്നെ പോകണം എന്ന്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് കൽപ്പനോപദേശാച്ച. അപ്പം കൽപ്പനകളെ കണ്ടു കഴിഞ്ഞാൽ കൽപ്പനകളായിട്ട് തന്നെ എടുക്കണം. മധ്വാധിപത അവിരോധ, മധു പോലെ എന്ന്. ഈ മധു പോലെ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം കൽപ്പന, തേജസ്, ജലം, അന്നം, ഇതാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഇത് ഈ 3 രൂപത്തിൽ അജ എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അജാം ഏകാം എന്ന് പറഞ്ഞിരിക്കുന്നത് ലോഹിത ശുക്ലകൃഷ്ണാം എന്ന് പറഞ്ഞിരിക്കുന്നതിനകത്ത് അജ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ലോഹിത ശുക്ലകൃഷ്ണ രൂപങ്ങളോട് കൂടിയിട്ടുള്ള അജ എന്ന അർത്ഥത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ അതായത് ലോഹിതവും ശുക്ലവും കൃഷ്ണവും ഇത് ഈ അജയും ഒന്നാണ്. അതായത് മായയുടെ ഈ പറഞ്ഞിരിക്കുന്ന 3 എന്ന്, അല്ലെങ്കിൽ പ്രകൃതിയോട് ഈ പറഞ്ഞിരിക്കുന്ന 3 കൂടിയ പ്രകൃതി നിസാരം. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന 3 എന്ന് പറഞ്ഞിരിക്കുന്ന ഇതാണ് തേജസ്, ജലം, അന്നം എന്നെടുക്കണം. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെയാണ് ഈ ലോഹിതമെന്നും ശുക്ലമെന്നും കൃഷ്ണമെന്നും ഒക്കെ പറയാൻ പറ്റുന്നത്? അതിനുള്ള സമാധാനമാണ് മധ്വാധിപത്ത്. മധു എന്നതുപോലെ കൽപ്പനയായിട്ട് കണ്ടുകൊള്ളണം എന്ന്. എന്താണ് ഈ മധു എന്ന പോലെ കൽപ്പന എന്ന് പറഞ്ഞിരിക്കുന്നത്? മധു മുതലായ ശബ്ദം പോലെ മധു അല്ലാത്ത സൂര്യന് മധുവായിട്ട് കൽപ്പിച്ചിരിക്കുന്നു. മധുവല്ലാത്ത വാക്കിന് മധുവായിട്ട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പം വാക്ക് മധുര, അമൃതം അവൻ്റെ വായിൽ നിന്നും പൊഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ, അല്ലെ തേൻമൊഴികൾ എന്നൊക്കെയുള്ള നമ്മൾ പറയുമല്ലോ ഉണ്ടല്ലോ. അപ്പം തേൻ വചനങ്ങൾ എന്നൊക്കെ മധുരമുള്ള വചനങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതെല്ലാം ഒരു കൽപ്പനയായിട്ട് എടുക്കണം എന്ന് സാരം. അതാണ് മധ്വാധിപത്ത്. ഇപ്പം ആദിത്യൻ മധുവാണ് എന്നുള്ള പ്രയോഗമുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആദിത്യൻ മധുവാണെന്നുള്ളതിനകത്തെ മധുശബ്ദം കൽപ്പനയാണ് എന്നതുപോലെ. അപ്പോൾ ഇതിന് സമാനമായിട്ട് ലോഹിത ശുക്ലകൃഷ്ണം എന്നുള്ള പ്രയോഗവും എടുക്കാവൂ. അല്ലാതെ നമ്മളതിനകത്ത് ധ്യാനത്തിൽ ആ നിറം കണ്ടു, ചുവപ്പ് നിറത്തിലേക്ക് വന്നു, പിന്നെ അവിടെ നിന്ന് വെളുത്ത നിറത്തിലേക്ക് പോയി, പിന്നെ അവിടെ നിന്ന് കറുപ്പ് നിറത്തിലേക്ക് വന്നു, അങ്ങനെ നിറം കാണൽ എന്ന് പറയുന്ന പരിപാടികളൊന്നും ഇവിടെ ഇല്ല എന്ന്. പിന്നെന്താ അവിടെ കാണുന്നത്? അവിടെ എന്ന് പറഞ്ഞിരിക്കുന്നത് അഗ്നി, ജലം, പൃഥിവി ഇവയുടെ സൂക്ഷ്മരൂപം ആണ് ഇത് എന്ന് കാണിച്ചിരിക്കുക മാത്രമാണത്. ഇങ്ങനെ എടുക്കണം. ഇപ്പം ഇങ്ങനെ വരുമ്പോഴാണ് ഇത്രയ്ക്ക് സിമ്പിളാണ് ഈ വേദാന്തം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ സിമ്പിളാണെന്ന് പറഞ്ഞു. അതായത് ആധ്യാത്മികം എന്ന് പറഞ്ഞ് ഒരുപാട് വലിയൊരു ചക്രത്തിൽ കയറ്റി വിട്ടിട്ട് അവസാനിക്കാത്ത ചക്രമല്ല. അതിനകത്ത് നിന്നിട്ട് മുകളിലേക്ക് പോയി കഴിയുമ്പോൾ ഞാൻ വലിയ ആളായി എന്നൊരു തോന്നല്, പിന്നെ കറങ്ങി അടിച്ച് താഴോട്ട് വരുമ്പോൾ ഞാൻ ആരുമല്ല എന്നൊരു തോന്നൽ. ഇതാണ് സംസാരഗതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ സംസാരഗതിയിൽ നിന്ന് ഇതിനകത്ത് ഏതെങ്കിലും വിധത്തിൽ ഞാൻ ഉത്കൃഷ്ടനാണെന്ന് ഭാവിച്ചു കഴിഞ്ഞാൽ ചക്രത്തിൻ്റെ മുകളിലാണ് എന്ന് സാരം. പിന്നെയോ ഏതെങ്കിലും വിധത്തിൽ ഞാൻ നികൃഷ്ടനാണ്, ദുഃഖിയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ചക്രത്തിൻ്റെ താഴെയാണെന്നും സാരം. പിന്നെ ചക്രം എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം അത് ഒരിക്കലും ഒരു രീതി നിൽക്കത്തില്ല. അതുകൊണ്ട് ഇന്നത്തെ ദുഃഖി നാളത്തെ സുഖിയും, ഇന്നത്തെ സുഖി നാളത്തെ ദുഃഖിയുമാണ് എന്ന് ഇങ്ങനെ പോകുന്നു ഇത്. അപ്പോൾ ഇതറിഞ്ഞിട്ട് വിവേകിയായിട്ടുള്ളവൻ എന്ത് ചെയ്യണം? സുഖദുഃഖേ സമയെ കൃത്വ, ഇത്രയേ ഉള്ളൂ. സുഖദുഃഖങ്ങളെ സമമായിട്ട് എടുക്കണം എന്ന്. ചക്രത്തിനുള്ളിലാണ് എന്നറിഞ്ഞുകൊണ്ട് ചക്രത്തിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളതാണ്. അല്ലാതെ സുഖി എന്നുള്ള സ്ഥാനത്തിലേക്ക് ദുഃഖിയായിട്ടിരിക്കുമ്പോൾ കറങ്ങി സുഖിയായിട്ട് ഉള്ളതിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം അല്ല വേണ്ടത് എന്ന്. ഈ ചക്രത്തിനുള്ളിലെ സുഖിയായിട്ടിരിക്കാനുള്ള പ്രയത്നമല്ല വേണ്ടത്. അങ്ങനെ പ്രയത്നിച്ചില്ലെങ്കിലും സുഖിയായിട്ടിരിക്കും. അതാണ് ഇതിനകത്ത് ഈ ചക്രത്തിൻ്റെ സാമർഥ്യം എന്ന് പറയുന്നത്. നമ്മൾ പറയും അവനവൻ്റെ എല്ലാം പ്രയത്നിച്ച് നേടണം. ഇതിനകത്ത് നമ്മൾ പ്രയത്നിച്ച് ഒരുപാട് നേടി വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഇഷ്ടം പോലെ ഉണ്ട് കയ്യിൽ.
അപ്പോൾ ഇതിനകത്തുനിന്ന് അതൊന്നും ഉപയോഗിക്കാനുള്ള നമുക്ക് ജന്മങ്ങളും വളരെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മൾ ഈ പ്രയത്നിക്കണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കാര്യത്തിലല്ലേ. ബാക്കിയുള്ള ജന്തുക്കളെ എടുത്ത് നോക്കിക്കേ, അവയ്ക്കെല്ലാം എന്താണ്, വാ കീറിയിട്ടുണ്ടെങ്കിൽ ഇരയും കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതുമാതിരി അവയ്ക്കെല്ലാം അതാത് സമയത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് സാരം. അപ്പം പിന്നെ ഇവിടെ എന്താ നമ്മൾ വേണ്ടത്? നമ്മളെങ്ങനെ ഈ സംസാര ചക്രത്തിൽ നിന്നും പുറത്തു കിടക്കാം, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഈ മന്ത്രത്തിൻ്റെ സാരം എന്താ? മന്ത്രത്തിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ: ക്ഷേത്രജ്ഞൻ ഭുജിക്കുന്നു, അതായത് ക്ഷേത്രജ്ഞൻ ജീവാത്മാവായിട്ടുള്ളവൻ ഭുജിക്കുന്നു, ജ്ഞാനസ്വരൂപമായ പരമാത്മാവ് ഉപേക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് മുണ്ടകോപനിഷത്തിലും കഠോപനിഷത്തിലും ഒക്കെ നമ്മൾ കാണുന്ന അതേ പ്രയോഗം തന്നെയാണ്. എന്താണ്? ഛായാതപോ ബ്രഹ്മവിദോ വദന്തി, കഠോപനിഷത്തിലെ പ്രയോഗം. പിന്നെ ദ്വാസുപർണ എന്ന് പറഞ്ഞിരിക്കുന്ന മുണ്ടകോപനിഷത്തിലെ പ്രയോഗം അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അജഹ ഭുങ്ക്തേന്നു, എന്താണ്? അജഹ ഇഹി ഏകഹ ജുഷമാണഹ അനുശേതേ എന്ന്. അപ്പം ജുഷമാണഹ അനുശേത സേവിക്കുന്നു എന്ന്. അപ്പോൾ ഇവിടെ അജഹ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ജീവാത്മാവ് ഈ പ്രകൃതിയെ സേവിക്കുന്നു. പിന്നെ രണ്ടാമത് അജഹ വീണ്ടും പറഞ്ഞിട്ട് പറയാണ് അവനതിനെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് പരമാത്മാവിനെ കുറിച്ച്. ഏകോ ദേവ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി ഭൂതാന്തരാത്മാ എന്ന്. അപ്പോൾ ഏകോ ദേവ, ഈ ദേവൻ എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. സർവഭൂതേഷു ഗൂഢഃ, എല്ലാ ഭൂതങ്ങളിലും ഗൂഢഃ മറയപ്പെട്ടിരിക്കുന്നു. സർവവ്യാപി, സർവയിടത്തും വ്യാപിച്ചിരിക്കുന്നു. സർവഭൂതാന്തരാത്മാ, സർവഭൂതങ്ങളുടെയും അന്തരാത്മാവാണ് എന്ന്. സബാഹ്യാഭ്യന്തര എന്നുള്ളത്, അപ്പം അന്തരഹ എന്നുള്ളതിൻ്റെ കൂട്ടത്തിൽ സബാഹ്യശ്ച എന്ന്, സയേവ എന്ന് മൂന്നാമത്തേതാണ്. അന്തരഹ, അവൻ അകത്തുള്ളതവനാണ്. സബാഹ്യ, അവൻ പുറത്തുള്ളതും അവനാണ്. പിന്നെ സയേവ എന്ന്, അവൻ തന്നെയാണ് ഇപ്പോൾ ഉള്ളതും. എന്തും അവൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഉപാസന എന്ന് പറഞ്ഞിട്ട് നികൃഷ്ടത്തിൽ നിന്ന് ഉത്കൃഷ്ടമായിട്ടുള്ള നികൃഷ്ടമായ അനേകങ്ങളെ ത്യജിച്ചുകൊണ്ട് ഉത്കൃഷ്ടമായ ഒന്നിലേക്ക് മനസ്സ് നിർത്തുന്ന ഒരു ഭാവമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം നികൃഷ്ടങ്ങളും ഇതുമാത്രം ഉത്കൃഷ്ടമെന്ന രീതിയിൽ ഏതെങ്കിലും ഒരു രൂപമോ ഏതെങ്കിലും ഒരു ശബ്ദമോ, അനേക ശബ്ദങ്ങളെല്ലാം നികൃഷ്ടമാണ്, ഈ ഒരു ശബ്ദം ഉത്കൃഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു ശബ്ദത്തിനെ ആശ്രയിക്കുന്നു. അനേക രൂപങ്ങൾ നികൃഷ്ടമാണ്, ഈ ഒരു രൂപം ഉത്കൃഷ്ടമാണെന്ന് പറഞ്ഞ് ഒരു രൂപത്തിനെ ഉപാസിക്കുന്നു. പിന്നെ അതേമാതിരി എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഈ നികൃഷ്ട ഉത്കൃഷ്ട ഭേദ കൽപ്പന മുഴുവനും നിൽക്കുന്നത് മനസ്സിലാണ്. അത് മുഴുവൻ സംസാരത്തിലാണ്. ഈ സംസാരത്തിലെ തന്നെ ഒന്നിനെ എടുത്തിട്ടാണ്, അല്ലെങ്കിൽ വ്യവഹാരത്തിലെ തന്നെ ഒന്നിനെ എടുത്തിട്ടാണ് നമ്മൾ ഉത്കൃഷ്ട കൽപ്പനയൊക്കെ കൊടുക്കുന്നത്. ഇത് ആദ്യകാലങ്ങളിൽ ഇത് ഗുണകരമാണ്, പിന്നീട് അവസാനം വരെയും ഇത് തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ശഠിച്ചു നിൽക്കരുത്. കാരണം അവിടെ ഈ ആദ്യകാലത്ത് ഈ എന്താണ് പാൽക്കുപ്പി 3 മാസത്തിൽ പാൽക്കുപ്പി ഉപയോഗിച്ച് 6 മാസത്തിലും പാൽക്കുപ്പി ഉപയോഗിച്ച് കഴിയുമ്പോൾ 60 വയസ്സിലും എനിക്ക് പാൽക്കുപ്പി വേണമെന്ന രീതിയിൽ ഉപാസനയും ആധ്യാത്മിക പഠനവും ഒക്കെ തുടങ്ങിയിട്ട് 6 മാസമൊക്കെ ആകുമ്പോൾ പല രീതി ഏതാണെന്നറിയാതെ പലതും ചെയ്യും. പിന്നെ 50, 30 വർഷവും 40 വർഷവും 50 വർഷവും ആയിട്ടും പഴയ മാതിരി തന്നെ ഇപ്പോഴും അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മൂക്ക് പിടിച്ചുള്ള പരിപാടി അല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്യത്തില്ല എന്ന രീതിയിൽ പോയിക്കൊണ്ടിരുന്നാൽ എന്ന് പറഞ്ഞാൽ പാൽക്കുപ്പി തന്നെയാണ് ഇപ്പോഴും 60-ാം വയസ്സിലും ആശ്രയിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ എന്താണ് വളർച്ച? എങ്ങനെയാണോ വ്യവഹാരത്തിലും ശരീരത്തിൻ്റെ കാര്യത്തിലുമൊക്കെ നമുക്ക് വളർച്ച ഉണ്ടാകുന്നത്, ആധ്യാത്മിക സാധനയുടെ കാര്യത്തിലും ഈ വളർച്ച കാണിക്കണം. അതായത് ഇവിടെ നമുക്ക് പുണ്യപാപേ വിധൂയ എന്ന്, അത് പുണ്യത്തെയും പാപത്തെയും ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ജ്ഞാനം ഉണ്ടാവണം.
അതിനകത്ത് പാപത്തെ ഉപേക്ഷിച്ചിട്ട് പുണ്യത്തെ നേടലാണ് നമ്മൾ ഈ ആദ്യകാലത്ത് എന്ന് പറഞ്ഞാൽ തലയിൽ അഗ്നി പിടിച്ചിരിക്കുന്നവൻ ഓടുന്ന ഒരു ഘട്ടമുണ്ടല്ലോ എന്ന് പറഞ്ഞത് മാതിരി നമ്മുടെ എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് തുടങ്ങേണ്ടതെന്ന് അറിയാതെ ഓടി നടക്കുന്ന ഒരു ഘട്ടത്തിൽ കിട്ടുന്നത് എന്താണേലും തലയിലോട്ട് തീ കെടുത്താൻ വേണ്ടിയിട്ട് വാരി ഒഴിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ പലതും ചെയ്തെന്ന് വരും. അപ്പോൾ അത് പിന്നീട് നമ്മൾ ക്രമമായിട്ട് ഈ ശാസ്ത്രം പഠിച്ച് പോകുന്ന ഘട്ടത്തിൽ അത് നമ്മൾ വ്യക്തമായിട്ട് തന്നെ ഓരോരോ വാക്കുകളും എടുത്തുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ അവധാനപൂർവം എന്നത്, അതായത് ക്ഷമയോടുകൂടി, ക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ കാണിക്കുന്ന ക്ഷമയല്ല, പകരം നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകളുടെ മേഖലയിൽ നമ്മൾ ക്ഷമ കാണിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്യത്തെ എടുത്ത് വിചാരം ചെയ്യുമ്പോൾ അവിടെ ക്ഷമ കാണിക്കണം, അല്ലാതെ മറ്റുള്ള നാട്ടുകാരുടെ മുന്നിലല്ല ക്ഷമ കാണിക്കേണ്ടത്. വാക്യവിചാരത്തിൽ ക്ഷമ കാണിക്കണം, കടക്കാതെ, അകൽപ്പിതാർത്ഥം കൊടുക്കാതെ, വാക്യാർത്ഥം യോജിക്കുന്നത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള മേഖലയിൽ നമ്മൾ ക്ഷമ കാണിക്കണം എന്ന്. അപ്പോൾ ഈ ക്ഷമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവരുടെ മുമ്പിൽ എടുത്ത് പ്രയോഗിക്കേണ്ടതല്ല. അപ്പം ബാക്കി എന്തു പറഞ്ഞു കഴിഞ്ഞാലും ഇതെല്ലാം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രയോഗിക്കേണ്ടതല്ല, പകരം നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു കുട്ടിയെ ശിക്ഷ കൊടുക്കുന്നു എന്ന്, അവിടെയുള്ള കുട്ടിയെ നമ്മൾ പഠിപ്പിച്ചെടുക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ള മനസ്സെന്ന് പറയുന്ന ഈ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയെ ഒന്ന് നേരെ ചൊവ്വേ പഠിപ്പിച്ചെടുക്കുക. അത് പഠിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അക്ഷരം പഠിപ്പിച്ചാൽ മാത്രം ഒരു കുട്ടിയുടെ പഠനം പൂർത്തിയാകുന്നില്ലല്ലോ. വ്യവഹാര കുശലത്വം ഉണ്ടാക്കി കൊടുക്കണം. വ്യവഹാര കുശലത്വം ഒരു ഫാമിലി എന്ന് പറയുന്നതാണ്, മാതാപിതാക്കളും ബന്ധുക്കളും എല്ലാം കൂടെ ചേർന്ന് ഒരു കുട്ടിയെ എങ്ങനെയാണ് ലോകത്ത് വ്യവഹരിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. അതായത് ആ ഒരു പഠനം എന്ന് പറയുന്നത് 4 അക്ഷരം പഠിക്കുന്നു എന്നുള്ളതല്ല, അക്ഷരത്തിലല്ല പഠനം കിടക്കുന്നത് എന്നതുപോലെ ഇവിടെ മനസ്സിനെ നമ്മൾ പഠിപ്പിച്ചെടുക്കാൻ പറയുമ്പോൾ ഇത് മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ എങ്ങനെ കപടമുഖം കാണിക്കണം എന്ന് പഠിപ്പിക്കലല്ല ഈ ക്ഷമ കാണിക്കാൻ പറയുന്നത്. ക്ഷമ കാണിക്കാൻ പറയുന്നത് നമ്മുടെ വിചാരത്തിൽ, നമ്മുടെ പ്രവൃത്തികളിൽ എങ്ങനെ നമ്മളെ തന്നെ സംയമനം ചെയ്തുകൊണ്ട് വിവേകപൂർവം പ്രവർത്തിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയാണ്. അടുത്ത അധികരണവും ഇതേ വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. സംഖ്യോപസംഗ്രാഹാധികരണം എന്നാണ് അടുത്ത അധികരണത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടെ സംഖ്യ ഉപസംഗ്രഹ അധികരണം, സംഖ്യകളെ ഉപസംഗ്രഹിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സാഖ്യന്മാരുടെ പ്രത്യേകത എന്ന് പറയുന്നത്, സാഖ്യന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ സംഖ്യ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണല്ലോ ഇവരെ സാഖ്യരെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവരെ സാഖ്യം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, വേദാന്തത്തിൽ ഒരു സാഖ്യ പ്രയോഗമുണ്ട്. ഭഗവത്ഗീതയിലെ 2-ാം അധ്യായം സാഖ്യയോഗം എന്നറിയപ്പെടുന്നത്. അത് അവിടുത്തെ സംഖ്യ എന്ന് പറഞ്ഞിരിക്കുന്നത് സമ്യക് ഖ്യായത്തെ ശാസ്ത്രഭി. അപ്പം ശാസ്ത്രങ്ങളാൽ നല്ലതുവണ്ണം ആഖ്യായത്തെ, വ്യാഖ്യാനം ക്രിയത്തെ എന്നുള്ള അർത്ഥത്തിൽ നല്ലതുപോലെ പറഞ്ഞിരിക്കുന്നത്, സർവശാസ്ത്രങ്ങളാലും നല്ലതുപോലെ പറഞ്ഞിരിക്കുന്നത് എന്തിനെയാണോ, സർവശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഉപനിഷത്തുകളാണ്, അല്ലെങ്കിൽ വേദങ്ങൾ. വേദവും വേദാനുബന്ധവുമായിട്ടുള്ള ഇതിനകത്ത് ഏറ്റവും പ്രമുഖമായിട്ടുള്ളത് എന്തിലേക്കാണോ എല്ലാം അന്വയിപ്പിച്ചിരിക്കുന്നത് അതാണ് ബ്രഹ്മം. അപ്പോൾ ആ ബ്രഹ്മത്തിനെയാണ് സാഖ്യം എന്നവിടെ പറഞ്ഞിരിക്കുന്നത്, പരമാത്മാ എന്ന് പറയുന്നത്. അതേസമയം സാഖ്യന്മാരെന്ന് പറഞ്ഞിരിക്കുന്ന കപില മഹർഷിയുടെ സാഖ്യ സിദ്ധാന്തം ഉണ്ടല്ലോ, ആ സിദ്ധാന്തത്തിലെ സാഖ്യ ശബ്ദത്തിന് സംഖ്യയോട് ചേർത്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സംഖ്യ എന്നാണ് അവർക്ക്, അതിൽ നിന്നാണ് അവർ സാഖ്യം കിട്ടിയിരിക്കുന്നത്. അതായത് എണ്ണി പറഞ്ഞിരിക്കുന്നത് ഏത് ശാസ്ത്രത്തിലാണോ അതിനെയാണ് പറഞ്ഞിരിക്കുന്നത് സാഖ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സാഖ്യം ഇവർക്ക് കിട്ടാൻ കാരണം ഇവർ 25 തത്വങ്ങളെ പറഞ്ഞു ഇതാണ് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞു. ആ 25 തത്വങ്ങളാണ് ഇതൊക്കെ. ഏതാ? മൂലപ്രകൃതിരവികൃതി, മഹദാദ്യാഹ പ്രകൃതി വികൃതയഃ സപ്ത, ഷോഡശകശ്ച വികാരോ ന പ്രകൃതിർ ന വികൃതി പുരുഷഃ എന്ന്. ഇത്
സാഖ്യകാരിക എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ഈ സൂത്രത്തിനെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു സാഖ്യകാരിക, ഈശ്വരകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു മഹാത്മാവിൻ്റെ ആയിട്ട് നമുക്ക് ഈ സാഖ്യകാരിക എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ ആ സാഖ്യകാരികയിലെ മൂന്നാമത്തേതാണിത്. മൂല പ്രകൃതി രവികൃതി മഹദാദ്യാഹ പ്രകൃതി വികൃതയഃ സപ്ത ഷോഡശകശ്ച വികാരോ ന പ്രകൃതിർ ന വികൃതി പുരുഷഃ എന്ന്. അപ്പം ഇതിൻ്റെ അർത്ഥം ഇതാണ്. ഇത് സാഖ്യ സിദ്ധാന്തമാണ് പറയുന്നത്. എല്ലാത്തിനും കാരണമായതുകൊണ്ട് മൂലപ്രകൃതി മറ്റൊന്നിൻ്റെ കാര്യമല്ല. അതാണ് ആദ്യത്തെ വരി. മൂലപ്രകൃതി അവികൃതി. ഇപ്പം മൂലപ്രകൃതി അവികൃതി എന്ന്. ഇപ്പം വികൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികാരം എന്നർത്ഥം. വിശേഷേണ കാര്യമായിട്ട് മാറിയത്. അപ്പോൾ അവിടെ നമുക്ക് ഈ ഒന്നുണ്ട്, ഒന്ന് പ്രകർഷേണ, രണ്ടാമത്തേത് വിശേഷം എന്നുള്ള ഈ അർത്ഥത്തിലാണ് ഈ പ്രായും ബിയും ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ കൃതി സാമർഥ്യം, പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകർഷേണ കൃതി സാമർഥ്യത്തോട് കൂടിയിട്ടുള്ളത് പ്രകൃതി. വിശേഷണമായിട്ട് വിശേഷകരമായിട്ട് മാറിക്കഴിയുമ്പോൾ അതിനെ വികൃതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ടെണ്ണമാണുള്ളത്. ഒന്ന് പ്രകൃതി, രണ്ട് വികൃതി. അപ്പോൾ മൂലപ്രകൃതിയാണ് പ്രകൃതി എന്ന് പറയുന്നത്. പിന്നീട് ഈ പ്രകൃതി പരിണമിച്ചിട്ടുണ്ടായിട്ടുള്ള സർവത്തിനെയും വികൃതി എന്ന് പറയുന്നു. അപ്പോൾ ഇതിനകത്ത് പരിണാമത്തിന് വിധേയമാകുന്നത് മുഴുവനും, പരിണമിക്കപ്പെടുന്നത് മുഴുവനും വികൃതിയാണ്. പരിണമിക്കാതെ ആദ്യ രൂപമായിട്ട് നമുക്ക് അസിറ്റീസ് എന്ന് പറയാം. അങ്ങനെ തന്നെ ഏതൊന്നിനെ കിട്ടിയിരിക്കുന്നോ അതിനാണ് പ്രകൃതി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ നമ്മൾ ഈ വ്യവഹാരാർത്ഥത്തിൽ ഇത് പ്രകൃതിയാണ്, ഇത് പ്രകൃതിയാണെന്നുള്ള അർത്ഥത്തിലല്ല സാഖ്യന്മാർ പ്രകൃതി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ അർത്ഥത്തിൽ? ആദ്യ രൂപം എന്തോ ജഗത്തിൻ്റെ, അതിനെയാണ് പ്രകൃതി എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് കാര്യരൂപത്തിൽ എന്താണോ ജഗത്ത് അത് വികൃതിയാണ്. അപ്പോൾ ഈ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ അർത്ഥം കിട്ടും. മൂലപ്രകൃതി അവികൃതി. അപ്പം മൂലപ്രകൃതി അവികൃതിയാണ്, വികൃതി അല്ലാത്തതാണ്. മഹദാദ്യാഹ പ്രകൃതി വികൃതയഃ എന്ന്. മഹദാദികളായ, അപ്പം മഹത ആദികളെന്ന്, അപ്പം മഹത്ത് തുടങ്ങിയിട്ടുള്ള, അപ്പം നമ്മളുടെ ഒന്നാമത്തേത് മൂലപ്രകൃതി, രണ്ടാമത്തേത് മഹത്ത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മഹത്ത്, രണ്ടാമത്തെ മഹത്ത് തുടങ്ങിയവ. അപ്പോൾ എന്തൊക്കെയാണ് അതിനകത്തുള്ളത്? മഹത്ത്, മഹത്തത്വം എന്നർത്ഥം. അപ്പോൾ ഓരോന്നും തത്വങ്ങളാണ്. 25 തത്വങ്ങളുണ്ടല്ലോ. അതിനകത്ത് മഹത്ത് എന്ന് പറഞ്ഞ തത്വം, ഇപ്പം ഒന്നാമത്തെ തത്വം മൂലപ്രകൃതി എന്ന് പറഞ്ഞ തത്വം, രണ്ടാമത്തേത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തേത് മൂലപ്രകൃതി എന്ന് പറഞ്ഞിരിക്കുന്ന തത്വം, രണ്ടാമത്തേത് അഹങ്കാരതത്വം, അല്ല സോറി മഹത്തത്വം, മൂന്നാമത്തേത് അഹങ്കാരതത്വം. തന്മാത്രകൾ 5 കൂടി 7 തത്വങ്ങൾ. അങ്ങനെയാണ് വികൃതേഹ സപ്ത എന്ന് പറഞ്ഞിരിക്കുന്നത്. തന്മാത്രകൾ, അപ്പോൾ ഇതിനകത്ത് മഹത്തത്വം, അഹങ്കാരതത്വം, തന്മാത്രകൾ, 5 തന്മാത്രകൾ. അപ്പോൾ 5 തന്മാത്രകളും മഹത്വം അഹങ്കാരവും കൂടെ ചേർന്ന് കഴിയുമ്പോൾ 7 കിട്ടുമല്ലോ. ഈ 7നെയാണ് പറഞ്ഞിരിക്കുന്നത്. 7 തത്വങ്ങളും കർമ്മേന്ദ്രിയങ്ങൾ 5, ജ്ഞാനേന്ദ്രിയങ്ങൾ 5, പ്രാണങ്ങൾ 5. അപ്പോൾ 5 5 10 5 15. ഈ 15ഉം 7ഉം 22ആയി. ഈ 22 എന്ന ഇതും കൂടി, അല്ല അങ്ങനെയല്ല, ഇതെല്ലാം കൂടെ കൂടിക്കഴിയുമ്പോൾ നമ്മൾ 7 തത്വങ്ങളും പഞ്ചതന്മാത്രകൾ എന്ന് പറയുമ്പോൾ അവിടം വരെ ആയിക്കഴിഞ്ഞപ്പോൾ 7ആയി. അഹങ്കാരതത്വം, തന്മാത്രകൾ, മഹത്ത്, ഇത് 3ഉം, പിന്നെ തന്മാത്രകൾ 5. 5ആയിട്ട് എടുക്കണം, അവിടെയാണ് തെറ്റിപ്പോയത്. അപ്പോൾ 5 2 7. ആ 7 പ്ലസ് ഇപ്പം കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, പ്രാണങ്ങൾ, മനസ്സ്. അപ്പോൾ ഇതിനകത്ത് കർമ്മേന്ദ്രിയങ്ങൾ 5, ജ്ഞാനേന്ദ്രിയങ്ങൾ 5, പ്രാണങ്ങൾ 5. അങ്ങനെ വന്നു കഴിയുമ്പോൾ 3 15ഉം പിന്നെ മനസ്സും കൂടെ ചേർന്നുമ്പോൾ 16ആയി.
ഇതെല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോൾ 16 7 6 23 നമുക്ക്. അപ്പോൾ ഇതിനകത്ത് 23 പിന്നെ പ്രകൃതി എന്ന് പറഞ്ഞ് മൂലപ്രകൃതി എന്ന് പറഞ്ഞിരിക്കുന്ന ഒന്നും കൂടെ ചേർന്ന് കഴിയുമ്പോൾ 24. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് വരുന്നത്? സാഖ്യത്തിൻ്റെ സിദ്ധാന്തത്തിലെ കണക്കിതാണ്. 1 മൂലപ്രകൃതി, പിന്നുള്ളത് 7, 1 + 7. ആ 7-നകത്ത് വരുന്നത് മഹത്തത്വം, അഹങ്കാരം, പഞ്ചതന്മാത്രകൾ. ഇത്രയും കൂടെ ചേർന്ന് കഴിയുമ്പോൾ 7 അപ്പോൾ 1 + 7 8. പിന്നുള്ളത് 16. ഈ 16 എന്ന് പറയുന്നത് കർമ്മേന്ദ്രിയങ്ങൾ 5, ജ്ഞാനേന്ദ്രിയങ്ങൾ 5, പ്രാണങ്ങൾ 5, മനസ്സ്. ഇത്ര എത്തിക്കഴിയുമ്പോൾ 16. 5 5 10 5 15 1 16. അപ്പം 16 8 24. ഇത്രയേ ഉള്ളൂ. 24 സംഖ്യ ആയിട്ട്, 24 എണ്ണങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നവ. പിന്നുള്ളത് 25-ാമത്തേതാണ്. അത് പുരുഷനാണ്. കഴിഞ്ഞു. 25 തത്വങ്ങളാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതിനെ വെച്ചുകൊണ്ടാണ് ഈ ഈ അധികരണ ഈ സൂത്രത്തിൽ അതിനെ ഇവിടെ നിഷേധിച്ചിരിക്കുകയാണ്. എന്താണ് നമ്മളവിടെ ഇവരിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നത്, എന്താണ് നിഷേധിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നാ സംഖ്യോപസംഗ്രഹാതപി നാനാഭാവ അതിരേകാ സൂത്രം. എന്നാ സംഖ്യോപസംഗ്രഹാതപി, സംഖ്യ ഉപസംഗ്രഹാത് എന്ന്. ഇപ്പം സംഖ്യ നമ്മളവിടെ സ്വീകരിച്ചിരിക്കുന്നു. സംഖ്യ ഉപസംഗ്രഹാദപി നാനാഭാവാത് അതിരേകാച്ച. ഇപ്പം ഇവരിവിടെ പറഞ്ഞിരിക്കുന്നത് യസ്മിൻ പഞ്ചജനാഃ ആകാശശ്ച പ്രതിഷ്ഠിതഃ തമേവ മന്യ ആത്മാനം വിദ്വാൻ ബ്രഹ്മാമൃതം എന്ന് പറഞ്ഞിരിക്കുന്ന ബൃഹദാരണ്യത്തിലെ 4:4-17. അപ്പോൾ ഈ മന്ത്രത്തിൽ ഇവിടെ ഒരു പ്രയോഗമുണ്ട്. യസ്മിൻ പഞ്ചജനാഃ ആകാശശ്ച പ്രതിഷ്ഠിതഃ. ഏതിൽ പഞ്ചജനാഃ 5 പഞ്ചജനാഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ജനങ്ങൾ എന്നർത്ഥം. അതാണ് പഞ്ചജനാഃ. അപ്പം ഈ പണി സൂത്രപ്രകാരമാണ് നമുക്ക് ഈ സംഖ്യയോട് കൂടിയിട്ട് മറ്റു വാക്കുകളെ ചേർക്കുന്നതിനെ കുറിച്ചുള്ളത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പഞ്ചജനാഃ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പഞ്ചാന്ന് അടുപ്പിച്ച് 2 വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ 5 25 എന്നുള്ളത് കിട്ടുന്നു. അങ്ങനെ 25 തത്വങ്ങളാണ് എന്ന് സാഖ്യന്മാർ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ വേദാന്തം പറയുന്നത് ഈ പഞ്ചജനാഃ എന്ന് പറഞ്ഞാൽ അങ്ങനെ അർത്ഥമല്ല. 5 പേർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പഞ്ചജനങ്ങളായിട്ടുള്ള 5 പേർ എന്ന് മാത്രമേ എടുക്കേണ്ടതുള്ളൂ എന്ന് മാത്രമല്ല, ഇനി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ അങ്ങനെയാണല്ലോ പറയുന്നത്. ഇങ്ങനെയാണ് മന്ത്രം കിടക്കുന്നത്. യസ്മിൻ പഞ്ചജനാഃ ആകാശശ്ച പ്രതിഷ്ഠിതഃ എന്ന് പറഞ്ഞു. അപ്പോൾ ആകാശശ്ച പ്രതിഷ്ഠിതഃ എന്ന് പറഞ്ഞപ്പോൾ പഞ്ചജനാഃ എന്ന് പറയുമ്പം നിങ്ങളുടെ അഭിപ്രായ പ്രകാരം 25 തത്വങ്ങളെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ പിന്നെന്തിനാണ് ഇവിടെ ആകാശശ്ച എന്ന് പറഞ്ഞ് എടുത്തിട്ട് ആകാശത്തെ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ ആകാശം എടുത്ത് പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് ആകാശവും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 26 ഇനി അതല്ല 26. പിന്നെ അതല്ല എങ്കിൽ ഈ ആകാശം എന്ന് പറയുന്നത് മുമ്പേ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പഞ്ചഭൂതങ്ങളെക്കുറിച്ച്, സൂക്ഷ്മ തന്മാത്രകളെക്കുറിച്ച് പറഞ്ഞല്ലോ, പഞ്ചതന്മാത്രകൾ എന്ന് പറഞ്ഞല്ലോ. അവിടെ ആകാശം ഓൾറെഡി വന്നതാണ്. പിന്നെ ഇപ്പോൾ എന്തിനാണ് ആകാശം എന്ന് പറഞ്ഞ് എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അതാണ് ഈ സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. ന സംഖ്യോപസംഗ്രഹാദപി, സംഖ്യ ഉപസംഗ്രഹാദപി. നമ്മൾ സംഖ്യകളെ സ്വീകരിച്ചാൽ പോലും, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഈ 24 തത്വങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന 25 പുരുഷനും കൂടെ 25 സ്വീകരിച്ചാൽ പോലും നാനാഭാവാത് അതിരേകാച്ച എന്നാൽ തന്നെയും സാഖ്യ സിദ്ധാന്തത്തെ നമുക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല. അപ്പം നമ്മൾ സംഖ്യാരൂപത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന 25 എണ്ണത്തിനെയും നമ്മൾ സ്വീകരിച്ചാൽ പോലും എന്ന് പറഞ്ഞാൽ നമ്മളത് സ്വീകരിച്ചിരിക്കുന്നു. അത് സ്വീകരിച്ചിരിക്കുന്നു പറഞ്ഞാൽ ഇവർ പറഞ്ഞതുകൊണ്ട് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതല്ല. വേദാന്തത്തിൽ എന്ന് പറഞ്ഞാൽ വേദമാണല്ലോ. അല്ലാതെ വേദാന്തം നമ്മൾ പറയുന്നത് മാത്രം വേദാന്തവും വേദത്തിനെ ആസ്പദമാക്കി നമ്മൾ വേദാന്തം പറയുന്നു എന്നല്ല. വേദാന്തം എന്ന് പറഞ്ഞാൽ ഉപനിഷത്തുകളാണ്.
അതിനകത്ത് കർമ്മകാണ്ഡത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ജ്ഞാനകാണ്ഡത്തെ പറയാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിച്ചിരിക്കുന്നതാണ് വേദാന്തം എന്നുള്ള പ്രയോഗം. അല്ലെങ്കിൽ നമ്മളെപ്പോഴും വേദത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഈ കർമ്മകാണ്ഡികൾ കയറിയിട്ട് ഞങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിട്ട് എന്തോ വിളിച്ചോന്ന് ചോദിച്ചുകൊണ്ട് കയറി വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വേദാന്തം എന്നുള്ള പ്രയോഗം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഈ ഈ മുമ്പ് പറഞ്ഞിരിക്കുന്ന മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന അജാ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളത് വിട്ടുകളയരുത്. അജാമേക്കാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ അജാമേക്കാം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള രീതിയിലല്ല യസ്മിൻ പഞ്ചജനാഹ ആകാശശ്ച പ്രതിഷ്ഠിത എന്ന് പറഞ്ഞിരിക്കുന്നതും. അപ്പോൾ ഇവയെല്ലാം ഈ ആകാശവും ഈ അഞ്ചുകളും പഞ്ചതന്മാത്രകളായ അഞ്ചുകളും ആകാശവും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ആകാശം പഞ്ചജനാഹ പഞ്ച എന്ന് പറഞ്ഞിരിക്കുന്ന 5 പഞ്ചഭൂതങ്ങളുടെ ഭാഗമായിട്ട് അതിലൊന്നായിട്ടുള്ള ആകാശമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന ആകാശശ്ച എന്ന്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആകാശം മായ തന്നെയാണ്. അപ്പോൾ പഞ്ചഭൂതങ്ങൾ ഏതൊരു മായയിലാണോ അത് പ്രകൃതി എന്ന് പറയുന്നത്. ആ ഏതൊരു പ്രകൃതിയിലാണോ അത് ആദ്യത്തെ പ്രകൃതി മൂലപ്രകൃതി. ആ പ്രകൃതി സാങ്കേന്മാരാണ് മൂലപ്രകൃതി എന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മളിവിടെ മായ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെയാണ് ആകാശം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം വീണ്ടും കണ്ടതാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ ആകാശം. അല്ലാതെ നമ്മൾ ആകാശത്തിന് അവിടെ മറ്റൊരർത്ഥം കൊടുക്കരുത് എന്നത്. മറ്റൊരർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂക്ഷ്മഭൂതമായിട്ടോ സ്ഥൂലഭൂതമായിട്ടോ ഒക്കെ ആകാശത്തെ പറഞ്ഞെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റിപ്പീറ്റേഷൻ മാത്രമാണ്. മുമ്പേ പറഞ്ഞിരിക്കുന്നതിന് കാരണം തുടക്കം മാത്രം, തുടർച്ച മാത്രമാണ്. അതാണ് ന സംഖ്യോപസംഗ്രഹാദപി നാനാഭാവാത് എന്ന് പറഞ്ഞിരിക്കുന്നത്. നാനാവിധത്തിലിരിക്കുന്നത് കൊണ്ടും അതിരേകാച്ച എന്ന് പറഞ്ഞാൽ കടന്ന് പറഞ്ഞില്ല. അപ്പോൾ 25 ആകാശം കൂടെ ചേർത്ത് 26 പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇതിനെ കടന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നാനാഭാവാത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ഒന്നിൽ അവസാനിക്കുന്നില്ല, ഇതെല്ലാം പലതായിട്ടാണ് ഈ സാങ്കേതിക സിദ്ധാന്തത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് നാനാത്വം ഉള്ളതുകൊണ്ടാണ്. അപ്പം നാനാത്വം നാനായിവ പശ്യതി എന്ന് പറയുന്നത് നാനാ ഏവ അല്ല, നാനാ ഇവയാണ്. ഇവിടെ പലതായിട്ട് കാണുന്നത് ഏകമായിട്ടുള്ള ഒന്ന് തന്നെയാണെന്നാണ് ശ്രുതി കിടക്കുന്നത്. അപ്പം പലതായിട്ടുള്ളതാണ് സത്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ശ്രുതി വിരോധമായിട്ട് വന്നു. അതുകൊണ്ടാണ് ഇവിടെ നാനാഭാവാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സാഖ്യന്മാരുടെ സിദ്ധാന്തത്തിൽ പലതാണ് സത്യം, ഒന്നല്ല സത്യം എന്ന്. 25 തത്വങ്ങളിൽ ഓരോന്നിനും സത്യത്വമുണ്ട്. അപ്പോൾ 25ഉം അവിടെ ഇവ ഒന്നിൽ സമന്വയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിനകത്ത് അവർക്ക് യോജിപ്പില്ല. അവർക്ക് യോജിപ്പില്ലാത്തിടത്തോളം കാലം അദ്വൈതത്തിലല്ല ദ്വൈതത്തിലാണ് അതിൻ്റെ നിൽപ്പ് എന്ന്. അപ്പോൾ ഈ ദ്വൈതത്തിലുള്ള നിൽപ്പിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാനാഭാവ എന്നുള്ള പ്രയോഗം. അപ്പോൾ നാനാഭാവത്വത്തോടു കൂടി കാണിക്കുന്നതും പിന്നെ ആകാശത്തെ എടുത്തു പറഞ്ഞിട്ടുള്ളതിനാണ് അതിരേകാത്ത് എന്ന് പറഞ്ഞു. കൂട്ടിപ്പറഞ്ഞിട്ടുള്ളതും 25 കൂട്ടത്തിൽ ഒന്നുകൂടെ പറഞ്ഞ ആകാശം എടുത്തു പറഞ്ഞു. ഇത്രയാണ് ഇതിനകത്ത് സാരം നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു എന്ന് വിചാരിച്ചു, 7-5 വർഷം ഇന്ദ്രൻ മഴ പെയ്യിച്ചില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അർത്ഥം എടുക്കുന്നത്? 7-5 12 വർഷം മഴ പെയ്യിച്ചില്ല എന്നാണ് എടുക്കേണ്ടത്. ഇതിനെയാണ് അർത്ഥം മനസ്സിലാക്കേണ്ടത്. അല്ലാതെ 7-5 വർഷത്തിനകത്ത് ഈ 5-നകത്ത് 7-ൽ 5 ഉൾപ്പെടുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് 5 ഉൾപ്പെട്ട 7 വർഷം അങ്ങനെ എടുത്തൂടെ? 5 ഉൾപ്പെട്ട 7 വർഷം. എന്നിട്ട് ആദ്യത്തെ 1 വർഷം മഴ കുറവായിരുന്നു, പിന്നത്തെ 5 വർഷം നല്ല കടുത്ത മഴയായിരുന്നു, പിന്നത്തെ 1 വർഷം വീണ്ടും മഴ കുറഞ്ഞു. ഇങ്ങനെ എടുത്തൂടെ എന്നൊക്കെ തരത്തിൽ എന്താണ് കൽപ്പനകൾക്ക് ഇവിടെ ഒന്നും ഒരു പ്രസക്തിയില്ല. 7-5 വർഷം മഴ പെയ്ച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 വർഷം മഴ പെയ്ച്ചില്ല, പിന്നൊരു മഴ പെയ്തു, പിന്നൊരു 5 വർഷം മഴ പെയ്ച്ചില്ല, ഇങ്ങനെ അർത്ഥം എടുത്തുകൊണ്ട് ബ്രേക്ക് കൊടുത്തു. അങ്ങനെ അർത്ഥം കൊടുക്കേണ്ടതില്ല. അർത്ഥം എന്ന് പറഞ്ഞാൽ 7-5 വർഷം ഇന്ദ്രൻ മഴ പെയ്ച്ചില്ല എന്ന് പറഞ്ഞാൽ 7-5 12 വർഷം ഒരേപോലെ. ഇതിൻ്റെ ആദിയൊന്നും മധ്യമൊന്നും അന്തമൊന്നും ഒന്നും ഭേദമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഇതിനെയാണ് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നേരെ ചൊവ്വേ കാണാൻ പഠിക്കണമെന്ന് പറയും.
അതുപോലെ എടുക്കണം ഈ പഞ്ചജനാഹ എന്നുള്ള അർത്ഥമൊക്കെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അതുകൊണ്ടാണ് ഈ അപ്പം സാഖ്യന്മാർ ചെയ്തിരിക്കുന്നത് ശ്രുതി വാക്യങ്ങളെ അവർക്ക് അനുകൂലമായ വിധത്തിൽ അവർ വ്യാഖ്യാനിച്ചു, എന്നിട്ട് ഞങ്ങൾ വൈദികരാണെന്ന് പറയുകയും ചെയ്തു. ബൗദ്ധന്മാർ ശ്രുതി നിഷേധം, അവർ ശ്രുതിയെ സ്വീകരിച്ചില്ല, അവർക്കിഷ്ടമുള്ള രീതിയിൽ സത്യം ഇതാണെന്ന് പറഞ്ഞിട്ട് അവർ സത്യത്തെ വ്യാഖ്യാനിച്ചു. അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞിട്ടാണ് അവർ ശൂന്യം എന്നുള്ളതിലേക്ക്, എല്ലാം അസത്ത് എന്നതിലേക്ക് എത്തി. അതിന് ശ്രുതി സമ്മതം അവർക്ക് ആവശ്യവുമില്ല. ഇതാണ് ഈ സാഖ്യന്മാരും ബൗദ്ധന്മാരും ഒക്കെയുള്ള ഭേദം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് നമ്മൾ അവരിൽ നിന്നും കുറച്ച് സ്വീകരിച്ചു, ഇവിടെ നിന്നും കുറച്ച് സ്വീകരിച്ചു, എല്ലാം കൂടെ സ്വീകരിച്ചിട്ട് നമ്മൾ ഒരു തത്വത്തിലേക്ക് എത്തിച്ചേരണം എന്ന രീതിയിൽ ആൾക്കാർ ഉപദേശിച്ച് വിട്ടാൽ നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെ രീതിയിൽ നമ്മൾ ഈ ചെണ്ടകൊട്ട് നടക്കാം എന്നുള്ളതല്ലാണ്ട് കാര്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് ഒന്ന് ശാസ്ത്രം ഒന്ന് ഇരുന്ന് ഒരേ ഒരു ശാസ്ത്രം ഒരേ വിധത്തിൽ, അതായത് വേണ്ട വിധത്തിൽ നിർത്താം, അല്ലാതെ പല വിധത്തിലല്ല. ആദ്യം ഒരു ശാസ്ത്രം എങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ആ തരത്തിൽ ആദ്യം പഠിക്കുക, പിന്നെ മറ്റ് ശാസ്ത്രങ്ങളെ നോക്കുക. അല്ലാതെ ആദ്യം തൊട്ട് തന്നെ നമ്മൾ ഇതിനകത്ത് ഈ പച്ചക്കറികൾ പലതുണ്ട്, പല വ്യഞ്ജനങ്ങൾ പലതുണ്ട്, ഇതിനകത്ത് അവിയൽ ഇങ്ങനെയാണ് വെക്കുന്നത്, സാമ്പാർ ഇങ്ങനെയാണ് വെക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ റെസിപ്പിയും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കഴിഞ്ഞ ശേഷം നമ്മൾ അവിയലിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ എടുത്തു, സാമ്പാറിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ എടുത്തു, അവിയലിൻ്റെ കുറച്ച് മസാല എടുത്തു, സാമ്പാറിൻ്റെ കുറച്ച് മസാല, ഇങ്ങനെ പല പല കറികളുടെ ഇതിൻ്റെ ഈ പല പല രസക്കൂട്ടുകളൊക്കെ എടുത്തിട്ട് പല പല പദാർത്ഥങ്ങളെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്നും പറയണ്ട, അവസാനം എന്താക്കി എന്നുള്ളത് ചോദിച്ചാൽ മതി. എല്ലാം കൂടെ എടുത്തൊരു പാത്രത്തിനകത്തിട്ടിട്ട് ഇങ്ങനെയാണല്ലോ എടുക്കുന്നത്, അവിടെ നിന്നും കുറച്ചെടുത്ത് ഇവിടെ നിന്നും കുറച്ചെടുത്ത് നമ്മുടേതായിട്ടുള്ള ഒരു തത്വം നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെന്ന് പറയുമ്പോൾ ഇത് ഓർത്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിയലൊന്നും വിളിക്കാൻ പറ്റത്തില്ല, അത് സാമ്പാറൊന്നും വിളിക്കാൻ പറ്റത്തില്ല, പുളിശ്ശേരി എന്നും പറയാൻ പറ്റത്തില്ല. വായിൽ വെക്കാൻ കൊള്ളാത്തൊരു സാധനം ഉണ്ടാക്കിയെടുക്കുന്നത് പോലെയാണ് ഈ കടന്ന തത്വ വിചാരപ്രയോഗങ്ങളൊക്കെ ഓരോരുത്തരുണ്ടാക്കി വിടുന്നതെന്നുള്ളത്. എന്നിട്ട് അതും കൊണ്ട് നടക്കാൻ ആൾക്കാരും ഉണ്ടെന്നുള്ളതാണ്. കാരണം നമ്മൾ ഇത് വേണ്ട വിധത്തിൽ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ കേൾക്കുന്നതെല്ലാം നമുക്ക് സത്യം തോന്നുന്നു. ഇതെന്തിനാണ് നമ്മളിത് എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേദാന്തം മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹനശക്തി എന്ന് പറയുന്നത് ഇവിടെയാണ് വേണ്ടത്. ഇത് മനസ്സിലാക്കിയെടുക്കാൻ ഒരു സഹനശക്തി കാണിക്കണം. എന്താണ് സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരകൾ. ഇത് മറ്റുള്ളവരോട് കാണിക്കാനില്ല, വേദാന്തം മനസ്സിലാക്കിയെടുക്കുന്നതിനകത്തൊരു സഹനശക്തി വേണമെന്ന്. അല്ലെങ്കിൽ ഇതേ കിടക്കും നിങ്ങളുടെ വേദാന്തം, ഇതിനകത്ത് നല്ലതായിട്ട് ചിരിച്ച് രസിച്ച് വേദാന്തം പറയുന്ന ആൾക്കാരുണ്ട്, ഞാൻ അവിടെ പോയി കേട്ടോളാം എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഈ അസഹിഷ്ണുത എന്ന് പറഞ്ഞുണ്ടല്ലോ, അത് ഇവിടെ അത് ആ പരിപ്പ് ഇവിടെ വേഗത്തില്ല എന്ന് സാരം. അതായത് ഇവിടെ വേദാന്തം പറയുന്ന ആളിന് പ്രസക്തിയൊന്നുമില്ല, പറയുന്ന സ്റ്റൈലിനും പ്രസക്തിയൊന്നുമില്ല. വേദാന്തം നമ്മൾ മനസ്സിലാക്കാൻ നമ്മളെത്ര പ്രയത്നിക്കുന്നു എന്നുള്ളതിന് മാത്രമേ പ്രസക്തിയുള്ളൂ. അവിടെ നമ്മൾ വഴുതെറ്റി പോകാതെ നോക്കണം, ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ ഇത് പറയുന്നു എന്നുള്ളത് കൊണ്ട് നമ്മളത് എന്തെങ്കിലും ഒരു ദോഷം പറയുന്നു എന്നർത്ഥമില്ല. നമ്മൾ ഇവിടെ പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് മാത്രം പറയുന്നതാണ്. യസ്മിൻ പ്രതിഷ്ഠിത തമ്മന്യേ ആത്മേതി. അപ്പോൾ ഈ മന്ത്രത്തിൽ നമ്മൾ ഇവിടെ കാണുന്നത് ഏതിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു അതിനെ നമ്മൾ ആത്മ, അതാണ് നമ്മൾ ആത്മാ എന്ന് സാരം. ആകാശശ്ച പ്രതിഷ്ഠിത എന്ന് 25 തത്വത്തിൻ്റെ കൂട്ടത്തിൽ ആകാശവും കൂടി എടുത്തു പറഞ്ഞിരിക്കുന്നു എന്ന്. അപ്പോൾ ഇപ്രകാരമൊക്കെയാണ് സാഖ്യ സിദ്ധാന്തത്തെ ഇവിടെ നിഷേധിച്ചിരിക്കുന്നത്. പ്രാണാദേഹ വാക്യശേഷാത് എന്ന്. പിന്നെ അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ പെട്ടെന്ന് നമ്മളിപ്പം പറഞ്ഞപ്പോൾ പഞ്ച എന്നവിടെ പറഞ്ഞിരിക്കുന്നല്ലോ. അപ്പോൾ എന്താണ് ശരിക്കും യസ്മിൻ പഞ്ചജനാഹ എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പഞ്ചജനാഹ എന്ന് പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ എന്തിനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന്. ഈ ആകാശം തുടങ്ങിയ പഞ്ചഭൂതങ്ങൾ ഇതാണല്ലോ നമ്മുടെ ഈ സാഖ്യ സിദ്ധാന്ത പ്രകാരം പഞ്ചജനാഹ എന്ന് പറഞ്ഞതിനകത്ത് നമ്മൾ ഈ പഞ്ചഭൂതങ്ങളിലാണ് എന്നുള്ള രീതിയിലാണല്ലോ പറഞ്ഞത്.
അങ്ങനെയാണല്ലോ 25 തത്വങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അതിനെക്കുറിച്ച് സാങ്കേതിക സിദ്ധാന്തത്തെ പറഞ്ഞത്. പക്ഷേ ബൃഹദാരണ്യ ഉപനിഷത്തിലെ ആ ഭാഗത്തിലെ പഞ്ചജനാഹ എന്ന് പറഞ്ഞാൽ, പഞ്ചജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല അതിൻ്റെ അർത്ഥം. പിന്നെന്താ അർത്ഥം? യസ്മിൻ പഞ്ചജനാഹ എന്നതിന് ശേഷമുള്ള മന്ത്രത്തിൽ ബ്രഹ്മസ്വരൂപത്തെ നിരൂപണം ചെയ്യുവാൻ വേണ്ടിയിട്ട് പ്രാണാദികളായ 5 തത്വങ്ങൾ പറയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇനി വരാൻ ബൃഹദാരണ്യോപനിഷത്തിലെ ആ മന്ത്രത്തിന് ശേഷം വരുന്ന ഭാഗത്ത് പഞ്ചജനാഹ എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം അവിടെ കാണാം. അവിടെ പ്രാണാദികളായ 5 കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ പ്രാണാദികളായ 5 ഇതൊക്കെയാണ്: പ്രാണസ്യ പ്രാണഃ, പ്രാണം, പ്രാണസ്യ പ്രാണം, ഉദ ചക്ഷുഷശ്ചക്ഷുഃ, ഉദ ശ്രോത്രസ്യ ശ്രോത്രം, അന്നസ്യ അന്നം, മനസ്സോ യേ മനഃ വിദുഃ. അപ്പം പഞ്ചജനാഹ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനേതൊക്കെയാണ്? പ്രാണസ്യ പ്രാണം, പ്രാണൻ്റെ പ്രാണൻ, പിന്നെ ചക്ഷുഷശ്ചക്ഷുഃ, ഉദ കണ്ണിൻ്റെ കണ്ണ്, അപ്പം 2 ഇപ്പം പ്രാണൻ 1, കണ്ണ് 2. പിന്നെ ശ്രോത്രസ്യ ശ്രോത്രം, ശ്രോത്രത്തിൻ്റെ ശ്രോത്രം, അപ്പം 3. പിന്നെ അന്നസ്യ അന്നം, അന്നത്തിൻ്റെ അന്നം, അപ്പം 4. പിന്നെ മനഃ, മനസ്സഹ മനഃ, മനസ്സിൻ്റെ മനസ്സ് 5. ഈ 5 പഞ്ചജനാഹ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏ വിദുഹു, ഏതൊരുവൻ അറിയുന്നു എന്ന് പറഞ്ഞിട്ട് മന്ത്രം പോകുന്നു. അപ്പം നമ്മൾ ഇവിടെയാണ് ഈ പൂർവാപരങ്ങൾ നോക്കണം, എന്നിട്ടേ കയറിയിട്ട് പറയാവൂ. അല്ലാതെ പഞ്ചജനാഹ എന്ന് കണ്ടാൽ പിന്നോട്ട് തന്നെ 25 തത്വങ്ങളും ഇതാണ് സാങ്കേതിക സിദ്ധാന്തത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇതിനെ ഈ തരത്തിൽ എടുക്കരുത് എന്ന് സാരം. അതാണ് പറഞ്ഞിരിക്കുന്നത് പ്രാണാദേഹ വാക്യശേഷാത്തെന്ന്. അപ്പം പ്രാണൻ തുടങ്ങിയവയാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് പ്രാണാദേഹ. പ്രാണൻ തുടങ്ങിയെന്ന് ഈ പ്രാണൻ തുടങ്ങിയിട്ടുള്ള ഈ 5 ഇതിനെക്കുറിച്ചാണ് പഞ്ചജനാഹ എന്ന് പറഞ്ഞിരിക്കുന്നത്. മറ്റർത്ഥം എടുക്കരുത്. എന്തുകൊണ്ട്? വാക്യശേഷാത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മന്ത്രത്തിൻ്റെ ശേഷമുള്ള വാക്യത്തെ നമ്മൾ നോക്കണം. ഇതിനാണ് പൂർവാപര ബന്ധം എന്ന് പറയുന്നത്. അതുകൂടെ നോക്കിയിട്ട് മാത്രമേ എടുക്കാവൂ എന്നർത്ഥം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ, ഈ ബ്രഹ്മസൂത്രം എങ്ങനെ അത് ഈ നമ്മൾ ഉപനിഷത്ത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അത് കാണിച്ചു തരികയാണ്. മറ്റർത്ഥങ്ങളിലേക്ക് പോകാതെ എങ്ങനെയാണ് കൃത്യമായിട്ട് ആ ഒരർത്ഥത്തിൽ തന്നെ നിൽക്കേണ്ടത്. അതല്ലാത്ത പക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രങ്ങൾക്ക് പല അർത്ഥമുണ്ട്, അവനവൻ്റെ ഇഷ്ടമുള്ള അർത്ഥം വ്യാഖ്യാനിച്ചെടുക്കാം എന്നുള്ള രീതിയിൽ പോകരുത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രഹ്മസൂത്രം ഇവിടെ പഠിക്കേണ്ട ആവശ്യകത. ഇതല്ലെന്നുണ്ടെങ്കിൽ പഞ്ചജനാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല അർത്ഥത്തിലും എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അർത്ഥത്തിൽ മാത്രം നിങ്ങൾ എടുക്കേണ്ട കാര്യം എന്താ? വേറെ പല അർത്ഥം കൂടി പറഞ്ഞില്ലേ? ദേവന്മാർ, പിതൃക്കൾ, ഗന്ധർവന്മാർ, അസുരന്മാർ, രക്ഷസുകൾ, ഇങ്ങനെ 5 ജനാഹ എന്നാവാം. അതല്ല എന്നുണ്ടെങ്കിൽ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, നിഷാദർ എന്ന് പറഞ്ഞിട്ടുള്ള 5 ആവാം. അതല്ല എന്നുണ്ടെങ്കിൽ പ്രജാവിഷയമായിട്ട് ചിലയിടത്ത് പ്രയോഗിച്ചിരിക്കുന്നു. ഇങ്ങനെ പല തരത്തിൽ പറയുന്നു. പിന്നെ നിങ്ങൾ പറയുന്ന തരത്തിൽ ഈ 5, 25 ഒക്കെ കൂട്ടിക്കൊണ്ട് എണ്ണവും പറഞ്ഞുകൊണ്ട് വരേണ്ട കാര്യമില്ല എന്ന് അവിടെ പറഞ്ഞ് നിഷേധിക്കുന്നു. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി.